അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നെന്നുള്ള ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ടാണ്. വേറൊന്നല്ല, നമ്മുടെ ബാക്കിൽ എടുക്കുന്നുണ്ട് നമ്മുടെ ചെക്കൻ. അപ്പോൾ അവൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങൾക്ക് നമുക്ക് പോവാം. വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പുതിയതായിട്ട് വർക്ക് ചെയ്തിട്ട് ഇറങ്ങിയാണ് വണ്ടിയാണ്. വേറൊന്നല്ല, ഇൻറ്റീരിയലാണെങ്കിലും എക്സ്റ്റീരിയലാണെങ്കിലും ഗുഡ്സിൽ തന്നെ ഒരു തരംഗം സൃഷ്ടിക്കുന്ന രീതിയിലാണ് നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തുള്ളത്. നമ്മുടെ തന്നെ വണ്ടിയാണ്. വണ്ടിയുടെ വീഡിയോസ് കാര്യങ്ങൾ മുമ്പത്തെ വീഡിയോസ് ഇതിനോടൊപ്പം തന്നെ ചേർക്കാവുന്നതാണ്. വണ്ടി മുമ്പ് ഒരു മീഡിയയിലൊരു വണ്ടിയായിരുന്നു, ബ്ലാക്ക് കളർ. റീലും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇട്ടുണ്ടായിരുന്നു. അതേപോലെ ഷോർട്ട് വീഡിയോ കാര്യങ്ങൾ ഓൾറെഡി ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ വണ്ടിയിലേക്ക് മാറ്റം വരുത്തിയാണ് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പങ്കുവയ്ക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിൽ നോക്കാം. ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞത്. വണ്ടിയിലെ മുമ്പത്തെ വീഡിയോ പറഞ്ഞ മാതിരി ഫുള്ള് ബ്ലാക്ക് കാര്യങ്ങളായിരുന്നു. അത് കംപ്ലീറ്റ് വൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലാണ് ഒരുപാട് മാറ്റങ്ങൾ ഈ വണ്ടിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണത്. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇതിന് മുമ്പ് ഒരു ഗുഡ്സ് വണ്ടി നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന് വിട്ടിട്ട് ഗ്രില്ല് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഹെഡ്ലൈറ്റ് DRL ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ബമ്പറുമേ ഇൻഡിക്കേറ്ററിൽ DRL ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 എക്സ്ട്രാ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലായി ബമ്പർ ലിപ്പും അതേമാതിരി ബമ്പർ സ്കേർട്ടും വണ്ടിമേ നിലവിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഫ്രണ്ടിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഏരിയയിൽ അതേപോലെ തന്നെ മിററുമേ അഡീഷണൽ ഒരു മിറർ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ഫോർച്യൂണർ മിറർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫോഗ് ലാമ്പും അഡീഷണൽ മാല ഇട്ടിട്ടുണ്ട്. അതായത് മറ്റേ കരിമ്പടം എന്നൊക്കെ നമ്മുടെ ഇവിടെ നാട്ടിൽ പറയുക കരിമ്പടം എന്നാണ് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുന്നതായിരിക്കണം. പിന്നെ നൈറ്റ് ലൈറ്റ് ഹെഡ് ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബമ്പറിലും കൊടുത്തിട്ടുണ്ട്. അത് ഇതിനോടൊപ്പം തന്നെ കാണാവുന്നതാണ്. അത്രയ്ക്കാണ് പുറത്ത് കാര്യങ്ങൾ ചെയ്തതാണത്. മെയിനായിട്ടൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. 4 അലോയ് ഇട്ടിട്ടുണ്ട്. അലോയ് വീൽ ആഡ് ചെയ്തപ്പോൾ വണ്ടി പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ഗുഡ്സ് എങ്ങനെയാണോ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു 100% മാറ്റത്തിലാണ് ഈ വണ്ടി നമ്മൾ ഇറക്കാനായിട്ട് ഉദ്ദേശിച്ചതാണ്. അത് അത്ര തന്നെ ഇറങ്ങിയെന്നാണ് പ്രതീക്ഷിക്കണത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ഉള്ളിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ പാസഞ്ചർ വണ്ടിയിൽ ചെയ്യണ പോലെ തന്നെ ഡാഷുമേ വുഡ്, അതേമാതിരി ഡാഷ് കളറിങ്, ഡോർ പാഡ്, സീറ്റ് ഫോം ചെയ്ത് സീറ്റ് അടിക്കൽ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്, മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 2 സ്പീക്കറും ഒരു സ്റ്റീരിയോ ആണ് നിലവിൽ ആഡ് ചെയ്തിട്ടുള്ളത്. സബ് വയ്ക്കാനായിട്ട് ചെറിയ ക്യാബിനകത്ത് സബ് വയ്ക്കാനായിട്ടുള്ളൊരു നിർവാഹമില്ല. വയ്ക്കുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയി പോവും. അത് കാരണം കൊണ്ടാണ് നമ്മൾ സബ് കാര്യങ്ങൾ ആഡ് ചെയ്യാത്തത്. പക്ഷെ മൊത്തത്തിൽ ഇപ്പോൾ ഒരു നിലവിലുള്ള ഗുഡ്സ് വണ്ടികളുടെ ഒക്കെ കൂടെ വണ്ടി കിടക്കുകയാണെങ്കിലും എന്തായാലും വണ്ടി വേറെ തന്നെ നിൽക്കും. ഒരു പാസഞ്ചർ അല്ലെങ്കിൽ ഒരു വണ്ടി പ്രേമിക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് വണ്ടിയാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യാനുള്ള കോൺടാക്റ്റ് നമ്പർ കാര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ ചേർക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് എഴുതി അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വണ്ടി വർക്ക് ചെയ്യണ സമയത്താണെങ്കിലും പുതിയൊരു മോഡലായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടികളുടെ മോഡൽസ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രാവലർ തന്നെ വേണമെന്ന് നമുക്ക് നിർബന്ധമില്ല. വേറെ ഏതെങ്കിലും ഒരു ടൈപ്പ് വണ്ടിയാണെങ്കിലും ഏകദേശം സാമ്യ രീതിയിൽ നമുക്കിതുമേ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് കാര്യങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം, നമുക്ക് അടുത്തൊരു മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് മെൻഷൻ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ
ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോസ് കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.